റിയൽ ആർട്ടിസ്റ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ റൂമിന്റെ ഇന്റീരിയറിന്റെ വലിപ്പം കുറച്ച് കാണിക്കണോ അതുപോലെ കൂട്ടി കാണിക്കാനുള്ള ചില ടിപ്സുകളാണ്, സൈക്കോളജിക്കൽ ടിപ്സ്. അപ്പൊ അതിന് കുറെ ഘടകങ്ങളുണ്ട്, അങ്ങനെ സ്വാധീനിക്കുന്ന കുറെ ഘടകങ്ങളുണ്ട് റൂമിന്റെ സൈസിന്. അപ്പൊ അങ്ങനെയുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഒരു 2-3 ഘടകങ്ങൾ 2-3 വീഡിയോസ് ആയിട്ട് പാർട്ടുകളായിട്ട് ഓൾറെഡി ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക്സ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും, നിങ്ങൾ അത് പോയി കാണുക. അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ വേറൊരു ഘടകത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ റൂമിന്റെ നിങ്ങളിപ്പോ പുതുതായിട്ട് വീട് വെക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ ഉള്ള വീട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. അപ്പൊ നമ്മളെല്ലാവരും ചെറിയ സൈസിൽ വീടുണ്ടാക്കുന്നവരും എന്നാൽ അത് വലുതാക്കി കാണണം, വലിയ സൈസ് ആക്കണം എന്ന് ആയി തോന്നണം എന്ന് വിചാരിക്കുന്നവരായിരിക്കും ആളുകളിൽ കൂടുതലും. അപ്പൊ സ്പേസ് കുറെ നമുക്ക് ഉണ്ടാവില്ലല്ലോ, ഏരിയ കൂട്ടാനും അത് നമുക്ക് എന്താണ് നമ്മുടെ ചെലവ് കൂട്ടും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മാക്സിമം കുറച്ചെടുക്കാനൊക്കെയാണ് നോക്കാറ്. പക്ഷെ നമുക്ക് ഏരിയ കൂട്ടിയിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആർക്കിടെക്ചറിൽ പല ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനത്തെ ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത്. അതാണ് നമ്മുടെ ലൈൻസ്, വരകള്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് റൂമിന്റെ വീതി, റൂമിന് 2 അളവാണ് ഉണ്ടാവും, ഒന്ന് നീളം ഒന്ന് വീതി, അറിയാലോ. അപ്പൊ ഈ നീളവും വീതിയും കൂട്ടിയിട്ടും കുറച്ചിട്ടുള്ള പോലെ ഒരു ഫീൽ ഉണ്ടാക്കാൻ നമ്മുടെ ലൈൻസിന് പറ്റും. ഇപ്പൊ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഉയരം കുറഞ്ഞ ഒരാൾ ഇന്റർവ്യൂവിന് പോവുകയാണെന്ന് വിചാരിക്കാം. ഉയരം കുറഞ്ഞ ഒരാൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഉയരം കുറവാണല്ലോ, അപ്പൊ അയാള് പൊതുവെ ധരിക്കുന്നുണ്ടാവുക ഇങ്ങനെ കുത്തനെ വരവരകളുള്ള ഷർട്ട് ഇട്ടിട്ടായിരിക്കും ഇന്റർവ്യൂവിന് പോകുന്നുണ്ടാവുക. അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, അയാളുടെ ഉയരം കുറവ് അത് ഉയരം കൂടുതലായിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. അത് ട്രിക്ക് തന്നെയാണ് നമ്മൾ ഇന്റീരിയറിൽ വരുമ്പോൾ. നമുക്ക് റൂമിന്റെ ഹൈറ്റ് ഒക്കെ വളരെ കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറ്റിയുള്ള ലൈൻസ് വരുന്ന എന്തെങ്കിലും ടെക്സ്ചറുകളോ വാൾപേപ്പറുകളോ ഒക്കെ ആ ചുമരിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുന്ന സമയത്ത് റൂമിന്റെ ഉയരം കൂടിയ പോലെ തോന്നും. അതേപോലെ റൂമിന്റെ വീതി കുറവാണ്, നീളം കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചുമരിൽ വിലങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അത് റൂം വീതി അല്ലെങ്കിൽ നീളം കൂടിയ പോലെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവും. സോ അതെന്ത് ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കും. അപ്പൊ ലൈൻസ് നമ്മൾ വെലങ്ങനെ എവിടെ കൊടുക്കണം, കുത്തനെ എവിടെ കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നല്ല ബെനിഫിറ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ വെറുതെ കുറെ ലൈൻസ് കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നമ്മളത് വേണ്ട ചുമരില് വേണ്ട പോലെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബെനിഫിറ്റ് തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. ഈ പറഞ്ഞ പോലെ ഉയരം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുത്തനുള്ള വരകളും മതി. അതുപോലെ നീളം വീതിയൊക്കെ കൂടിയതുപോലെ നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇതിലെങ്ങനെ ലൈൻസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാനായിട്ട്. അപ്പൊ എല്ലാ ടിപ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ചാനലിലോട്ട് വീണ്ടും വരിക. പിന്നെ ഇതുപോലത്തെ ആർട്ട് വീഡിയോസ്, ക്രാഫ്റ്റ് വീഡിയോസ്, ആർക്കിടെക്ചറൽ ടിപ്സ്, പേഴ്സണൽ വ്ലോഗ്സ് എല്ലാ കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും. എന്റെ എല്ലാമാണ് ഈ ചാനൽ. അപ്പൊ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എന്റെ ചാനലിലോട്ട് വീണ്ടും വരിക. മുമ്പുള്ള പാർട്സിന്റെ വീഡിയോസും എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ.